നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 1-ാം തീയതി 1201-ാം ആണ്ട് വൃശ്ചിക മാസം 15-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് തന്നെ രേവതി നക്ഷത്രം വന്നിരിക്കുകയാണ്. ശരിക്ക് രണ്ട് പ്രത്യേകതകൾ. ഒന്ന് ഇന്നത്തെ ശുഭനക്ഷത്രം, മറ്റൊന്ന് ശുഭദിനം. ഇന്നത്തെ ഒരു ആഴ്ചയുടെ ആരംഭമാണ്. ഈ ദിവസം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും അനുകൂലപ്രദമാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണോ നമുക്കിന്ന് ചെയ്യാം. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ആഴ്ചയുടെ ആരംഭം കൊള്ളൂല്ലെങ്കിൽ അങ്ങോട്ട് പലതരത്തിലുള്ള, കാരണം നമുക്ക് തിങ്കളാഴ്ച ദിവസം ആരംഭ ദിവസം കുറേ പ്ലാൻ ചെയ്ത് ഞായറാഴ്ചയുടെ പ്ലാനിങ് എല്ലാം തിങ്കളാഴ്ച നടപ്പാക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ദിവസം കൊള്ളൂല്ലെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് പിന്നെ ഈ ആഴ്ച തന്നെ പോയെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ തിങ്കളാഴ്ച നമുക്ക് തിങ്കളാഴ്ചയും രേവതി നക്ഷത്രവും ഒത്തു വന്നിരിക്കുന്ന ശുഭദിനമാണ്. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉത്തമമായ ദിവസമാണ്. അതുപോലെ തന്നെ വൃശ്ചിക മാസത്തിലെ രേവതി നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ രേവതി നക്ഷത്രം, വൃശ്ചിക മാസത്തിലെ രേവതി നക്ഷത്രക്കാർക്ക് ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ്. എന്തൊക്കെ കാര്യങ്ങൾക്കൊള്ളാം? ചന്ദ്രനായതുകൊണ്ട് വീട് വയ്ക്കാൻ അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ, അതുപോലെ വിദേശ യാത്രയ്ക്ക് വിദേശത്ത് യാത്രയ്ക്ക് ശ്രമിക്കുന്നവർ, അത് പഠിക്കാനാവാം, ജോലിക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഇപ്പോൾ ഭർത്താവ് വിദേശത്ത് ഭർത്താവിൻ്റെ കൂടെ പോയി നിൽക്കാൻ ഭാര്യ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭാര്യ വിദേശത്താണ് ഭാര്യയുടെ അടുത്ത് പോയി നിൽക്കാൻ ഭർത്താവ് ശ്രമിക്കുകയാണെങ്കിൽ, ഇതിനൊക്കെ അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്തെ ഇപ്പോഴും നമുക്ക് കിട്ടുന്ന എല്ലാ വർഷത്തെയും ബർത്ത്ഡേ അനുകൂലപ്രദമായി വരണമെന്നില്ല. ദശയും നക്ഷത്രമൊക്കെ വരുമെങ്കിലും, സമയമൊക്കെ നല്ലതായി വരുമെങ്കിലും, ഇത് നമുക്ക് പ്രത്യേക ഗുണഫലത്തെ പ്രദാനം ചെയ്തു തരുന്ന ഒരു വർഷം തന്നെയാണ്. അതുപോലെ ഇന്നും നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാല സമയം വരുന്നത് കലണ്ടറിൽ 7:30 മണി മുതൽ 9 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം 7:56 ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ 7:30 തുടങ്ങത്തില്ല, 7:56 ആകുമ്പോഴേ രാഹുകാലം തുടങ്ങുള്ളൂ. അപ്പോൾ രാഹുകാലം നേരത്തെ തുടങ്ങും എന്ന് പറഞ്ഞ് വെപ്രാളം വേണ്ട. 7:56 വരെ രാഹുകാലം ഉണ്ട്. 9 മണിക്ക് രാഹുകാലം തീരത്തില്ല, 9:22 രാഹുകാലം തീരുള്ളൂ. അപ്പോൾ നമുക്ക് രാഹുകാല സമയം നോക്കി യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതാണ് രാഹുകാലം. അതുപോലെ മറ്റ് 2 സമയങ്ങളുണ്ട്, യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും. ഇത് രണ്ടും നമുക്ക് ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കാൻ പാടില്ല. അതിൽ ഗുളിക കാല സമയം വരുന്നത് 1:39 തൊട്ട് 3:05 വരെയും, അതുപോലെ യമകണ്ഠ കാല സമയം വരുന്നത് 10:48 തൊട്ട് 12:14 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വിശേഷ മുഹൂർത്തമാണ്. മറ്റെല്ലാ മുഹൂർത്തത്തേക്കാൾ ശോഭനമാണ് അഭിജിത്ത് മുഹൂർത്തം. അപ്പോൾ മുഹൂർത്തമുള്ള ദിവസവും അഭിജിത്ത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം സിദ്ധിക്കും. അല്ലാതെ മുഹൂർത്തം ഇല്ലാത്ത ദിവസം അഭിജിത്ത് മുഹൂർത്തം നമുക്ക് മറ്റ് മുഹൂർത്ത രാശിയിൽ നിന്ന് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതിനെയെല്ലാം ബ്ലോക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവ് അഭിജിത്തിനുണ്ട്.
ഇന്നും അഭിജിത്ത് മുഹൂർത്തം സമയം വരുന്നത് 11:50 തൊട്ട് 12:38 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെള്ള വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.